ലീഗ് ജയിച്ച ഒരു പഞ്ചായത്തിൽ UDF ജയിച്ച ഒരു പഞ്ചായത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിയോടുള്ള ആക്ഷേപം എന്ന മറ്റുള്ള അവിടെ വെള്ളം തളിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിലുണ്ടായി. ഞാൻ ഇവിടെ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ചാണകവെള്ളമല്ല തളിച്ചതെന്ന് അവർ പറയുമ്പോൾ തന്നെ ഈ ശുദ്ധീകരണം പോലെയുള്ള ജാത്യാധിപത്യ സ്വഭാവമുള്ള സംഗതിയാണ് ഉണ്ടായത്. അത് ലീഗ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? നേതൃത്വത്തിന് അംഗീകരിക്കുന്നതില്ല. ഞങ്ങളത് ചർച്ച ചെയ്തു. അല്ലെങ്കിലും പരിപാടി തന്നെ മോശമാണ്. എന്ത് ശുദ്ധീകരണം? അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് അത് ചെയ്തു നോക്കിയിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ലീഗ് അംഗീകരിക്കുകയില്ല. ഇത്തരം ഈ വിജയാഹ്ലാദത്തിൻ്റെ ഇടയിൽ താഴെത്തട്ടിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഇത്തരം പരിപാടികളെ ഒരു നിൽക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ തീവ്ര പ്രസംഗങ്ങളുണ്ട്. അത് ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഹെൽത്തി അല്ല. ഞങ്ങൾക്ക് അങ്ങനെ കൾച്ചറില്ല. ഇപ്പം ഞാൻ ഒരു ഒറ്റ കണ്ണൂർ ജില്ലയിലും അവിടെ ആ ഭാഗത്തുമല്ലേ എല്ലാ തല്ലുംപിടി. മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം തന്നെ ഇല്ല. ഇവിടെ അത്തരം തല്ലുപിടികളോ വിട്ടോ കുത്തോ കൊലപാതകമോ ബോംബ് കൊണ്ട് കൈ പോലോ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ആരെങ്കിലും കോൺഫറൻസ് 1, 2, 3 സ്ഥാനങ്ങൾ വേങ്ങര മണ്ഡലത്തിലാണ് ഈ ഇലക്ഷനിൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3. പക്ഷെ ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വെട്ടോ കുത്തോ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കിയിട്ട് കൈ പോലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? അതെല്ലാം ചില മേഖലയിലാണ്. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇത് മുഴുവൻ ഉണ്ടാകും. പിന്നെ അതിനൊരു കൗണ്ടർ അവിടെ ഉണ്ടാവും. അതാണ് ഈ വേണ്ടാത്ത പ്രവണതയിലേക്ക് മറ്റു പാർട്ടികളും പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് കൊടുക്കാൻ പോവുകയാണ്. ചാണകം തെളിക്കലും മറ്റുമൊക്കെ എന്ത് അറപ്പുളവാക്കുന്ന ആക്ഷൻസാണ്. അതൊക്കെ വളരെ മോശമാണ്. അന്ന് ഒരു നിലക്കും ഞങ്ങൾ അംഗീകരിക്കില്ല. മാത്രമല്ല ആക്ഷൻ കൊടുക്കും. അത്തരം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പാർട്ടി ക്ലാസ്സുകൾ കൊടുക്കാൻ കൂടിയാണ്. ഫൈനലി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ UDF കുറച്ചുകൂടി വലിയ മുന്നണിയായിട്ടാണ് ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രീതി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. UDF-ൽ വലിയ മുന്നണി ഇൻ സൈസ്, വലിയ മുന്നണി, കുറച്ചും കൂടി ഡിസിപ്ലിൻ, കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധം, കുറച്ചും കൂടി കാര്യക്ഷമത, അതുകൂടി കുറച്ചുകൂടി ഫണ്ടുണ്ടാക്കണ്ടേ, ഗവൺമെൻറ് പ്രവർത്തിക്കണ്ടേ, അതിനുള്ള കഴിവ്, അതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് വരണം. നല്ലൊരു മാനിഫെസ്റ്റോണ്. ഞങ്ങൾ 22-ാം തീയതി മീറ്റിംഗ് കൂടാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. ഇവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും. കൂടുതൽ പാർട്ടികളുള്ള ഒരു മുന്നണിയായിട്ടാണ് അടുത്ത വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ പാർട്ടികളും ട്രെൻഡ് മനസ്സിലാക്കുമല്ലോ. അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പല പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് അവർ ചിന്തിക്കും എന്നാണ് ഞങ്ങളുടെ ഒറ്റ കാര്യം ഞാൻ വിട്ടുപോകാൻ സാർ. ഇതിനകത്തിപ്പോൾ ഇപ്പോൾ മധ്യകേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വിചാരിച്ച ഒരു സംഗതിയാണ് ഈ കാസ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പ്. അവർ വലിയ തോതിൽ മുസ്ലിം ഹേറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് പടർത്താനും അതിൻ്റെ ഒരു ആനുകൂല്യം റൈറ്റ് വിങ്ങിന് നേടിക്കൊടുക്കാനും പണിയെടുത്തവരാണ്. അപ്പോൾ അതിൻ്റെ ചില ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രചാരകരായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില മതപുരോഹിതരെ പോലും നാം കാണുന്നതിലേ ഉണ്ടായി. പക്ഷെ അതിനൊന്നും ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിനെ എന്തുമാത്രം പോസിറ്റീവായിട്ടാണ് കാണുന്നത്? അത് യേശുവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു തൊഗാഡിയ സ്റ്റൈല്, അതിനുള്ള സംഘടനകളുണ്ടാവും. അതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ തീവ്രവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം സംഘടനകൾ, മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഒരുപാട് സംഘടനകൾ, പല പരീക്ഷണങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ അതാത് കാലത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് തന്നെ അതാണല്ലോ. ഈ കാസ പോലത്തെ സംഘടനകൾ മുസ്ലിം സമുദായത്തിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായി ശക്തിപ്പെടാൻ എത്ര നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ അനുവദിച്ചോ? ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബിഷപ്പ്മാരൊന്നും ഒരിക്കലും വർഗീയതയുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇത്തരം സംഘടനകൾ വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അവരെ തന്നെ സമ്മർദ്ദത്തിലാക്കുക ആവശ്യമില്ലാതെ. അതൊരു താൽക്കാലിക പ്രതിഭാസം. അങ്ങനെ ഇല്ലാതാവും. ഞങ്ങളുടെ ഇടയിൽ എത്ര തീവ്രവാദ സംഘടന ഏതെങ്കിലും ഒന്നും ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ, ഒക്കെ പോയില്ലേ. അതേപോലെ തന്നെ ഈ തൊഗാഡിയ സ്റ്റൈല് എന്തെല്ലാം സംഘടനകൾ ഭൂരിപക്ഷ സമുദായത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ അത് വരുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും. അതൊന്നും ഏശാൻ പോകുന്നില്ല. അതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളാണ്, ഉടനെ ഇല്ലാതാവും. ഓക്കെ, താങ്ക് യു.